ഈ പാർട്ടി പോയിട്ട് എന്ത് കിട്ടാനാ ക്ലീറ്റോ ചേട്ടാ? ഈ അടിയും വഴക്കും വേണ്ട. പാർട്ടി സാറിനും നിനക്ക് അറിഞ്ഞൂടാ. നിനക്കൊന്നും സാറ് എനിക്ക് അങ്ങനെ ഇത് പെട്ടെന്ന് വലിച്ചെറിയാൻ പറ്റുന്ന സംഭവമാണ് രാഷ്ട്രീയം എന്ന് പറയണത്. അച്ഛൻ ആലോചിച്ചിട്ട് തീരുമാനം. ഈ എല്ലാരും കൂടെ നിക്കാൻ എടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഉണ്ട് കൂടെ. അവസാനം പിന്നെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എല്ലാരും അങ്ങെങ്ങും പോരുത്. അങ്ങനെ പോകത്തൊന്നുമില്ല. ഓ എല്ലാം കുടുംബക്കാർ തന്നെയല്ലേ, പുറത്തുനിന്നൊന്നും ആരും ഇല്ലല്ലോ. അതുകൊണ്ടാ പേടി. ഞാൻ നോക്കാം, കുറച്ചായിട്ട് ഇതിലിപ്പം പറയട്ടെ ഏട്ടനോട്. പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. ഒന്നുകൂടെ ഒന്നും ആലോചിക്കാനില്ല, ഞാനങ്ങ് ഉറപ്പിച്ച് നമ്മൾ ഹോട്ടലിൽ തുടങ്ങുന്നു. ഞാൻ ഏട്ടനോട് പറയും. അച്ഛൻ തുടങ്ങാൻ മച്ചമ്പി. ഒന്നാമത് വർക്ക്ഷോപ്പിൽ പണിയൊന്നുമില്ലായിരിക്കും, എനിക്കൊരു വരുമാനമാണല്ലോ. ഇനിയിപ്പോൾ വളർന്നു വരുന്നൊരു പിള്ളേർക്കൊക്കെ ചിലവാണ്. സമ്മതിക്കേ? നോക്കാം. ഓക്കെ. ഒരു മിനിറ്റ്, ഇത് വണ്ടി വിട്ടോട്ടെ. ഇത് നല്ലോണം പറ്റിട്ടുണ്ടല്ലോ. എവിടെ പോയി വീണടാ നീ? ഇനി നിനക്ക് പറ്റ ഒരടി നീ ചൗക്കിലടിക്ക്, ഒരടി തന്നെ അടിക്ക്. അല്ല എനിക്ക് വയ്യാവിൽ വയ്ക്കേണ്ട കാര്യമുണ്ടാ? എന്താടാ? ഒരു കുടുംബം മര്യാദയ്ക്ക് നടന്നു പോട്ടെന്ന് കരുതിയിട്ട് ഒരു ചായക്കട എടുത്ത് ഏൽപ്പിക്കാൻ കൊടുത്തു. അവൻ രാവിലെ ഒരുക്കിട്ട് പോയത് ഇവിടെ അറിയാമോ? റിനോവേഷൻ ഒന്നുമല്ല, പാർട്ടി മീറ്റിംഗ് നടത്താനായിട്ട്. DDT പാർട്ടി ഓഫീസാക്കി മാറ്റാൻ പോണത്. എന്താടാ കേക്കണേ? നടരാജ ഫ്ലെക്സ് കത്തിച്ച് RDPയുടെ ഒരു വിഷയച്ചോടെന്ന് പറഞ്ഞുണ്ട്. ക്ലീറ്റോ മച്ചമ്പിയും പ്രവർത്തകരും ഒരു കടയുടെ അവിടെ വട്ടം നിന്നപ്പം നടരാജനെ ഒളിപ്പിച്ച് വെച്ചെന്ന് RDP കരുതിയിട്ട് അവര് കുറച്ച് പേര് വന്നിട്ട് സർക്കരയിൽ ഈച്ച വന്ന് കയറുന്നില്ല. ഒരുപറ്റം പ്രവർത്തകർ കടയിലോട്ട് കയറി. ക്ലീറ്റോ മച്ചമ്പി അടുക്കള ഒഴികൂടി പെയിന്റ് ചെയ്തോണ്ടിരുന്ന എനിക്കൊന്നും മനസ്സിലായില്ല. എന്നെ ഇങ്ങനെ വറുത്ത് കോരിയ മീൻ പോലെ പൊക്കി അങ്ങ് കൊടുക്കുക. പിന്നെ ഒന്നും ഓർമ്മയില്ല. മതി കൂടുതൽ വർണ്ണിക്കാതെ വേണ്ട. അവസാനം കേസായി എടുത്ത് സ്റ്റേഷൻ കൊണ്ടുപോയി. അവൻ സ്ഥിരം അങ്ങനല്ലേ, അവനെ കൊണ്ടുപോവാ. അല്ല ആൾക്കാരൊക്കെ അടി വിട്ടുമ്പോ അവൻ രക്ഷപ്പെടുമല്ലോ. റോസ്മേരിക്ക് ഭാഗ്യമില്ലെന്നേ ഞാൻ പറഞ്ഞു. ഇല്ല, DDT പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ മരിച്ച് ചില്ലർ അരിങ്ങ എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും കിട്ടിയാണ്. ഈ കൈക്ക് എന്ത് പറ്റി വെച്ചാ? ഇലക്ട്രിക് അടുപ്പ് ചൂടാക്കിയിട്ട് കൈ വെച്ച് പതിപ്പിച്ചു. ഞാനിന്ന് കുടങ്ങാവിളേക്ക് പോകും. എന്തിന്? ചന്തി കഴുകാനും ആഹാരം കഴിക്കണേ റോസ്മേരിയുടെ സഹായം എല്ലാം ഘട്ടത്തിൽ. കാര്യമായി പോയി. ആ സഹായം വിളിച്ചോണ്ടിരിക്കുക. ആ റെസ്റ്റോറൻറ്റ് എന്തൊക്കെ കുഴപ്പമുണ്ട്. ആ മതിലിടിഞ്ഞ് വിടുന്നോ, കമ്പ്യൂട്ടി പൊട്ടി കളഞ്ഞെന്നോ, അവരെ ആക്രമി നശിപ്പിച്ചാണെന്നില്ല അവര്. ഫുഡെല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ക്ലീറ്റോ ചേട്ടന്റെ സ്ഥിരം പരിപാടിയാണ്. ഇവരെ കുരുതി കൊടുക്കും, എന്നിട്ട് ക്ലീറ്റോ ചേട്ടൻ കണ്ടം വഴി ഓടും. എടാ കട എന്താ എന്ത് പറ്റേ? ആശുപത്രി പോണോ? എന്ത് പറ്റി? എടാ നീ എങ്ങനെ ഇങ്ങനെ ആയടാ? അടിക്കാൻ വന്നപ്പോ ഓടി ഞാൻ അടുക്കളയിൽ കയറി ഒളിക്കാൻ പോയി. അതുവരെ അവൻ പറഞ്ഞു. നീ അതുവഴി പോയി രക്ഷപ്പെട്ടില്ലേ? ഞാൻ അടുക്കളയിൽ ഓടിക്കുന്നത് ഒരു ഗ്രൈൻഡർ ഇരുന്ന് അതിനകത്ത് കയറി ഒളിച്ചിരുന്നു. ഏതോ തെണ്ടി അടിക്കാൻ വന്നവൻ ലൈറ്റ് ഇല്ലാത്തോണ്ട് സ്വിച്ച് ഇട്ട് ഗ്രൈൻഡർ സ്വിച്ചാണ് അവൻ മാറിയിട്ടത്. ഒരു 4 കറക്കം കറങ്ങിക്കാത്ത നീ ഒന്ന് ആട്ടി നിർത്താൻ പറ്റണില്ല.